നാളെ ചിങ്ങം 1, മലയാള മാസം 1-ാം തീയതി. മലയാളികൾ ചിങ്ങം 1-നെയാണ് മലയാള മാസം ആരംഭമായി കണക്കാക്കുന്നത്. ചിങ്ങമാസം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ്. ഓണപ്പുലരി വിടരുന്ന മാസം. ഒത്തുകൂടലിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ചിങ്ങമാസത്തിലെ അത്തം ദിനത്തിൽ മലയാളികൾ വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി നാട്ടുപൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കാറുണ്ട്. ഐശ്വര്യത്തിൻ്റെയും വർണ്ണകാന്തിയുടെയും പൂക്കളങ്ങൾ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാലമാണ് ചിങ്ങമാസം. ചിങ്ങമാസത്തെ വരവേൽക്കാനായി കർക്കിടകത്തിൻ്റെ അവസാന ദിനത്തിൽ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കാറുണ്ട്. വൈകുന്നേരം വിളക്കുകൾ തേച്ചുമിനുക്കി നല്ലെണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് വിളക്ക് വയ്ക്കണം. പിന്നീട് നാമം ജപിക്കാം. ഭസ്മം നെറ്റിയിൽ ചാർത്തി വേണം നാമം ജപം ഉരുവിടാൻ. വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം: തിരി ഊതിക്കെടുത്താനോ കൈകൊണ്ട് വീശിക്കെടുത്താനോ പാടില്ല. മറിച്ച് തിരി എണ്ണയിലേക്ക് പുറകിൽ നിന്ന് വലിച്ച് കെടുത്തണം. ഇതാണ് വിളക്ക് തിരി അണയ്ക്കുന്നതിൻ്റെ ഉത്തമ രീതി. വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നാളത്തേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം. ഓരോ ദിനവും പുതിയതാണ്, നന്മ നിറഞ്ഞതാണ്. തലേ ദിവസം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാകണം. ചിങ്ങം 1-ന് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രദർശനം നടത്തണം. ശനി പ്രദോഷവും കൂടി വരുന്ന 2024-ലെ ചിങ്ങം 1-ന് പ്രാധാന്യം ഏറെയാണ്. ശനിക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ആകാം. അയ്യപ്പക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് എള്ള് തിരി കത്തിക്കുക. നെയ്വിളക്ക് തെളിയിച്ച് ശനിവ്രതം എടുക്കാനും ശ്രമിക്കുക. ശനിദോഷങ്ങൾ അകറ്റാൻ ഇത് നല്ലതാണ്. മനസ്സിൽ പോസിറ്റീവ് ഊർജം പകരാൻ ക്ഷേത്ര ദർശനവും പുണ്യകാരുണ്യ പ്രവൃത്തികൾ ഫലപ്രദമാണ്. മലയാള മാസത്തിലെ ന്യൂ ഇയറാണ് ചിങ്ങം 1. എല്ലാ ശുഭകാര്യങ്ങളും നടക്കുവാനും ചെയ്യുവാനും സത്കർമ്മങ്ങളിലൂടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു വർഷാരംഭം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കും അറിവിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശുഭദിനം.